ഓരോ ദിവസവും അന്തി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പേ ഈ ദിവസം എൻ്റെ ജീവിതത്തെ സ്പർശിച്ച, ഈ ദിവസം എൻ്റെ ജീവിതത്തെ ഭേദപ്പെടുത്തിയ, ഈ ദിവസം എന്നോട് എമ്പതി കാണിച്ച, ഒരുപക്ഷെ എൻ്റെ ഒരു വിചാരത്തെ തിരുത്താൻ സഹായിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചയോ വ്യക്തിയോ ഒക്കെ ഒന്ന് ജോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണും മനസ്സുമൊക്കെ വല്ലാതെ നിറഞ്ഞു കൊള്ളുമ്പോൾ അത്രയും സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ. കൃതജ്ഞത എന്ന് പറയുന്നൊരു വികാരത്തെ വളർത്തിയെടുക്കുകയാണ് കുറേ കൂടി സ്നേഹപൂർവ്വം ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാനമെന്ന് തോന്നുന്നു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. 1 കൊറിന്ത്യർ 13 ആധാരമാക്കി കുറച്ച് സ്നേഹവിചാരങ്ങളിലൂടെ നമ്മൾ ഒരുമിച്ച് കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ വാരത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അവനവനില്ലാതെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന, വളരെ സ്വാഭാവികമായിട്ട് അതിനെ സഹായിക്കുന്ന ആ ഒരു വലിയ കളിയുടെ പേരാണ് സ്നേഹം. തീരെ കനമില്ലാതെ ജീവിക്കുക എന്നൊരു സങ്കല്പം സ്നേഹം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ അതിന് ജീവൻ നൽകാനാവില്ലെന്ന യേശു മൊഴിക്ക് എന്തുമാത്രം തലങ്ങളിലാണ് പ്രതിധ്വനി ഉണ്ടാവുക, എന്തുമാത്രം രീതികളിലാണ് നമ്മളുള്ളിലേക്ക് റെസണേറ്റ് ചെയ്യുക. ജീവൻ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു പോകണം. പിരമിഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഗവേഷണങ്ങളിൽ അതിൻ്റെ ബന്ധപ്പെട്ടവരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ മൃതശരീരങ്ങളുടെ കൂടെ നിക്ഷേപിക്കപ്പെടുന്ന വസ്തുക്കളിൽ ധാന്യമണികൾ, വിശേഷം ഗോതമ്പ് മണികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഗോതമ്പ് മണികളാണ് ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നത്. ഇത്രയും കാലമായിട്ട് അതിനകത്തുനിന്നൊരു പൊടിപ്പുണ്ടാവുന്നില്ല. ഒന്നോർത്ത് കഴിഞ്ഞാൽ അത് വളരെ സേഫാണ്. പക്ഷെ അത്തരമൊരു സേഫ്റ്റി കൊണ്ട്, അത്തരമൊരു സെക്യൂരിറ്റി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഏത് നിമിഷത്തിലാണോ അവരിത്തിരി ഈറൻ മണ്ണിലേക്ക് ഇട്ടത്, ആ നിമിഷത്തിൽ ഇത്ര സംവത്സരങ്ങളായിട്ട് കാത്തുവച്ചിരുന്ന ആ ഗോതമ്പ് മണി പൊടിഞ്ഞു പോവുകയും അത് ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ശൂന്യതയിൽ നിന്ന് എന്തോ സൃഷ്ടിക്കപ്പെടുന്നൊക്കെ വേദപുസ്തകം പറയുന്ന കണക്ക് പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ ആവർത്തി വായിക്കുമ്പോഴും പിന്നെയും അഗാധത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു യേശു മൊഴിയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് പൊടിയുന്നത് പോലെ. നമ്മുടെ ഉള്ളൊരു ആഴം, അവൻ്റെ ആഴത്തെ കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതത്ര ലളിതമായൊരു കാര്യമല്ല. വലിയൊരു ജേണിയുടെ പേരാണ് ഈ ഗോതമ്പ് മണി പൊടിഞ്ഞു പോകുക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പൊൻവർണ്ണം പൊടിഞ്ഞു പോകുന്നു, അതിൻ്റെ മാംസളമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രതലം അടിഞ്ഞു പോകുന്നു, ഇങ്ങനെ മണ്ണോട് മണ്ണ് അതില്ലാതെയാവുന്നു. എവിടെ പോയി ഈ ഗോതമ്പ് മണി? എന്നിട്ടോ പുതിയ തളിർപ്പും പിന്നെ പുതിയ ഒരു കൊയ്ത്തുമൊക്കെ ഈ മണ്ണിലലിഞ്ഞു പോയതിനകത്താണ് സംഭവിക്കുക. എളുപ്പമല്ല ഈ പ്രക്രിയ നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചില്ലെങ്കിലും ആർക്കാണ് അത് പിടുത്തം കിട്ടാത്തത്. പക്ഷേ സ്നേഹത്തിൽ ഈ പ്രക്രിയ വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. സ്നേഹം യാചകനെ ചക്രവർത്തിയാക്കുകയും ചക്രവർത്തിയെ യാചകനാക്കുകയും ചെയ്യുന്നൊരു വല്ലാത്തൊരു ആൽക്കമിയാണ്. എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ആരാലോ സ്നേഹിക്കപ്പെടുന്നു വിചാരിക്കുക. ആ നിമിഷം തൊട്ട് നിങ്ങൾ ഭൂമിയുടെ ഏത് ചക്രവർത്തിയേക്കാളും അല്ലെങ്കിൽ ഏത് ചക്രവർത്തിയേക്കാളും മീതെയാണ്. എന്തൊരു കോൺഫിഡൻസാണ്, അഗാധമായ സ്നേഹം. ഒരു വ്യക്തി എന്നിൽ നിക്ഷേപിച്ചിരുന്നൊരു കാലത്ത് വളരെയേറെ ദാരിദ്ര്യം പിടിച്ചൊരു ജീവിതമായിരുന്നു എൻ്റേത്. ഇങ്ങനെ വളരെ അലഞ്ഞു കിടക്കുന്നൊരു ജീവിതമായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷം തൊട്ട് നമുക്ക് ലോകത്തെവിടെയും കയറി ചേരാനുള്ള ആത്മവിശ്വാസമുണ്ട്. എനിക്കൊന്ന് പാവപ്പെട്ട മനുഷ്യരൊക്കെ നമ്മൾ കരുതുന്നവരുടെ ആത്മവിശ്വാസം അതാണ്. അവരുപയോഗിക്കുന്ന വസ്ത്രങ്ങളും അവരുടെ വാറുപൊട്ടിയ ചെരുപ്പും അവരുടെ കോതി ഒതുക്കാത്ത മുടിയുമൊന്നും അവരലട്ടുന്നില്ല. കാരണം ആരോ അവരിൽ ഇങ്ങനെ സ്നേഹം നിക്ഷേപിച്ചിട്ടുണ്ട്. സ്നേഹം നിക്ഷേപിക്കപ്പെടുന്ന ആ നിമിഷം തൊട്ട് ഭൂമിയിൽ ഏതൊരു മനുഷ്യനും വലിയൊരു വലിപ്പം കിട്ടുന്നു. പക്ഷേ ഇതേ സ്നേഹം തന്നെയാണ് ചക്രവർത്തിയെ യാചകനാക്കുകയും ചെയ്യുക. ഏറ്റവും ആത്മവിശ്വാസം നടന്ന മനുഷ്യന്, ഏറ്റവും ആത്മാഭിമാനത്തോട് നടന്ന മനുഷ്യനൊക്കെ ഇങ്ങനെ ചുരുണ്ടുകൂടുന്നത് വാസ്തവത്തിൽ ഈ സ്നേഹനിഷേധങ്ങളിലൊക്കെയാണ്. അപ്പോൾ വല്ലാതെ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ ഇത്രയും ഡൈവേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം പോളാർ സാധ്യതയുള്ള ഒരു പദത്തിൻ്റെ പേരാണെന്ത്? സ്നേഹം. യാചകൻ
ചക്രവർത്തിയാകുന്നു, ചക്രവർത്തി യാചകനാകുന്നു. സ്നേഹത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നിരാശ സംഭവിക്കുമ്പോൾ മനുഷ്യരിങ്ങനെ ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്നതാണൊക്കെ നമുക്ക് തോന്നുന്നു. അവർ കെഞ്ചുകയാണ്, നീ എന്തുകൊണ്ട് വരുന്നില്ല, നീ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, നീ എന്തുകൊണ്ട് പുഞ്ചിരിക്കുന്നില്ല, നീ എന്തുകൊണ്ട് ഞാൻ വിളമ്പിയ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരേ സമയത്ത് ഒരിക്കൽ ചക്രവർത്തിയായ മനുഷ്യനെ ഈ പറഞ്ഞ ലോകത്തെ ഏറ്റവും യാചകനാക്കുന്ന ആ സ്നേഹത്തിൽ യഹമെന്ന് പറയുന്ന വാക്കിന് തീരെ പ്രസക്തിയില്ലാതെ പോകുന്നു. നിലത്ത് അടിഞ്ഞുപോയ, നിലത്തിങ്ങനെ അലിഞ്ഞുപോയ ഗോതമ്പ് മണി കണക്ക് നിങ്ങൾ അഹമില്ലാതെ ആവുകയാണ്. എല്ലാ ആചാര്യന്മാരും നമ്മളോട് പറയുന്നത് തന്നെയാണ്, ഇങ്ങനെ കുറേ കൂടി അഹമില്ലാതെ ജീവിക്കാൻ പറ്റുമോ. അതിനകത്ത് എല്ലാ മനുഷ്യരും തട്ടി വീഴുക. അവനവൻ കടമ്പെന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, എനിക്ക് തോന്നുന്നു കാവാലത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ഇങ്ങനെ അവനവൻ കടമ്പെ തട്ടി വീഴാത്ത ആരുണ്ട്, ഓരോ നിമിഷവും തട്ടി വീഴുകയാണ്. ഈഗോയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സിന്നും സണ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പഴയ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലൊക്കെ അതിന് ആനിമേറ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന ദൂരത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. സിന്നെന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഐ എന്ന് പറയുന്ന അടുക്കിൽ വരുമ്പോഴാണ് ഈ എല്ലാ പാപവും ഉണ്ടാവുക. ഈ ഐയുടെ ആ പോർഷനിൽ നിങ്ങൾ വെറുതെ ഒരു 0 വരക്കുമ്പോഴേക്കും നിങ്ങൾ സൺഷിപ്പിലോട്ട് പ്രവേശിക്കുക. പാപി അല്ലെങ്കിൽ പാപത്തെ പുത്രതുല്യനാക്കുന്ന വാസ്തവത്തിൽ ഈ പറഞ്ഞൊരു പ്രക്രിയ. വാസ്തവത്തിൽ നമ്മുടെ ഏതൊരു ആത്മീയ സാധനയും ഏറ്റവും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ക്ഷണിക്കുന്നത് ആ ഒരു പ്രതലത്തെ. അത് ഏറ്റവും സരളമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു സ്നേഹാനുഭവത്തിൽ സംഭവിച്ചേ പറ്റും. ഒരു എന്തുമാത്രം കാര്യങ്ങളെടുക്കുക. ഒരു ചെറിയ എക്സാമ്പിളിനാണെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു പെൺകുട്ടിയുണ്ട്. ഒരു ബസ്സിനകത്ത് അവൾ സഞ്ചരിക്കുമ്പോൾ, ഒരു ടൂറിനൊക്കെ പോകുമ്പോൾ ഒരു കുട്ടി വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡൻസി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് യാത്ര ഓടാൻ പറ്റില്ല. അവൾ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ആ വണ്ടി നിറങ്ങും. ഇന്ന് അതേ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അമ്മയായി കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഈ പറയുന്ന ഛർദിലുകളെയൊക്കെ എത്ര സ്നേഹത്തോടെ എടുക്കുക. അപ്പോൾ പിന്നെ നമ്മളില്ല. ഏതൊരു ചെറിയ കാര്യത്തിലേക്കും ഇങ്ങനെ ചെന്നെത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നിൻ്റെ പേരാ സ്നേഹം. അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റാണ് നമ്മൾ ഈ പാഠശാലത്തിലൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഗുരു മടങ്ങിപ്പോയത്? ഒരു മനുഷ്യൻ ഒരു പക്ഷേ പീഠത്തിലിരിക്കുകയും നമ്മൾ പാദപൂജയും ചെയ്യുകയും ചെയ്യേണ്ടതെന്ന് കരുതുന്ന മനുഷ്യൻ നമ്മുടെ മുമ്പിലിരുന്ന് നമ്മുടെ വിണ്ടുകീറിയ കാൽപാദങ്ങളെ കഴുകി ചുംബിച്ച് കടന്നു പോവുകയും ചെയ്യുക. കാരണം ഇതിനേക്കാൾ താഴോട്ട് പോകാൻ പറ്റില്ല. അപ്പം ദാസൻ എന്ന് പറയുന്നൊരു തലത്തിൽ വന്നിട്ടാണ് സ്നേഹം അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ള പ്രതലം സ്വീകരിക്കുക. പിന്നെയാണ് ഈ തളിർപ്പുകളും പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാവുക. സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല. എന്തിനാണ് നമ്മൾ ഇത്രയും സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? ഏതൊരു നേച്ചറാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് എപ്പോഴും ഒരു സംശയമുള്ള ഒരു വിഷയം തന്നെയാണ്. സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുള്ള, ബൈ ഡിഫോൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും ചർച്ച നിൽക്കുന്നുണ്ട്. കൂടുതൽ പേരും അങ്ങനെയാണെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ചിലരെങ്കിലും കരുതുന്നുണ്ട് നമ്മൾ ഈ സ്നേഹമെന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായിട്ട് അടിഞ്ഞിട്ടുള്ള ഒരു പരലല്ല. അതിൻ്റെ ഒരു സാധ്യതയെ നമ്മളിങ്ങനെ നർച്ചർ ചെയ്തെടുക്കുക എന്ന് പറയുക. ഒരളവിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി ഭംഗിയായിട്ട് ഈ സ്നേഹ സാധനയിൽ ഏർപ്പെടാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. കാരണം നിശ്ചയമായിട്ടും സ്നേഹത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു തർക്കമില്ല. യേശു പറഞ്ഞല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒരു എബോർഡ് ഓഫ് ലവ്, ഒരു സ്നേഹഗൃഹത്തിന് വിളിക്കുന്ന വാക്കാണ് ദൈവരാജ്യം. സ്വാഭാവികമായിട്ട് ഈ ഭൂമിയിൽ പിറന്ന ദൈവിക ഛായയിൽ സദസ്സിരിക്കപ്പെട്ട ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂടാരമുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിനെ നിങ്ങൾ പുതുക്കി പണിയുന്നുണ്ടോ, ഇതിനെ നിങ്ങൾ മിനുക്കുന്നുണ്ടോ, നിങ്ങളിതിനെ കൺവേർജ് ചെയ്തെടുക്കുന്നുണ്ടോ എന്നുള്ളതിനൊക്കെ വേണ്ടിയാണ് ഈ നർച്ചർ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ ഉപയോഗിക്കുക. പ്രകൃതിയിലും പരിശീലനത്തിലും കൂടി മാത്രമാണ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുക. നമ്മളെന്തുകൊണ്ടാണ് ഒരു ഫോർമൽ എഡ്യൂക്കേഷനിൽ ഏർപ്പെടുന്നത്? ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ട് നമുക്ക് വളരെ സ്വാഭാവികമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയും പഠിച്ചാലും മാത്രം മതി. വലിയ പ്രത്യേകതയുള്ള മനുഷ്യർക്ക്, വളരെ ജന്മനാൽ ജീനിയസായ മനുഷ്യർക്ക് തീർച്ചയായിട്ടും അത് ഒരു ഉപകാരപ്പെട്ടെന്നിരിക്കും. പക്ഷേ നമ്മളെ കണക്കുള്ള മനുഷ്യർക്ക്, ശരാശരി മനുഷ്യർക്ക് മുമ്പോട്ട് പോകാനായിട്ട് സ്കഫോൾഡുകൾ ആവശ്യമുണ്ട്. കെട്ടിടം പണിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എടുപ്പുകളുണ്ടല്ലോ, അത് കണക്ക് നമ്മളെ പണിതുയർത്താനായിട്ട് ചില സ്കഫോൾഡുകൾ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാത്തിനകത്തും ഒരു പരിശീലനം ആവശ്യമുണ്ട്. സ്നേഹത്തിനും ഒരു പരിശീലനം ആവശ്യമുണ്ട് എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുക. പരിശീലനം കൊണ്ട് വളർത്തിയെടുക്കേണ്ട ഒരു ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആന്തരിക അനുഭൂതിയായിട്ട് സ്നേഹത്തെ തിരിച്ചറിയുക പ്രധാനം. അപ്പം അതിനെൻ്റെ ഒരു പരിശീലനത്തിനൊക്കെ ആയിട്ട് ചെയ്യാവുന്ന ചില ഹോംവർക്കുകളുണ്ട്.
കാരണം നമുക്കിങ്ങനെ സ്നേഹം അനുഭവപ്പെടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടാണ്. ഒരാൾക്കും തനിക്ക് അനുഭവിക്കാത്ത ഒരു കാര്യവും കൈമാറാനായിട്ട് ഇന്നോളം ഭൂമിയിൽ ബലമില്ല. അപ്പോൾ ഈ സ്നേഹം അനുഭവിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. സ്നേഹം നമുക്ക് ചുറ്റുമുണ്ട്. ഈ കുട്ടനാട്ടിലെ കാര്യമൊക്കെ പറയുന്ന കണക്കാണ് ഇങ്ങനെ വെണ്ടുകീറി കിടക്കുന്ന വയലുകളുണ്ട് ഈ പറഞ്ഞ വലിയ വേനൽക്കാലങ്ങളിൽ. പക്ഷേ ഇതേ വയലിനോട് ചേർന്നിട്ട് ഇങ്ങനെ കുത്തി ഒഴുകുന്ന പുഴ നദികളൊക്കെ ഉണ്ട്. ഒരു 2 വിരലിൻ്റെ വലിപ്പമുള്ള ഒരു വരമ്പ് കൊണ്ടാണ് ഈ പുഴയും ഈ വയലും തമ്മിൽ വേർതിരിക്കപ്പെടുക. ഒരു കുഞ്ഞ് കൈക്കോട്ടെടുത്ത് ഒന്ന് കൊട്ടിക്കഴിഞ്ഞാൽ ഈ മുഴുവൻ പുഴയും വയലിലേക്ക് വരും. അപ്പം അത് കണക്ക് സ്നേഹം നമ്മളെ വലം ചുറ്റി നിൽപ്പുണ്ട്. മിക്കവാറും പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്നു കൊണ്ടാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ണിലേക്ക് നിമിഷം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്തുമാത്രം സ്നേഹമാണ് നിങ്ങളെ വലം ചുറ്റി നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇത് നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. എന്താ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുന്നത്? ഓരോ ദിവസവും നമ്മളെ കുറേ കൂടി ഈറനാക്കിയ, നമ്മളെ കുറേ കൂടി ഇങ്ങനെ ഭംഗിയുള്ള മനുഷ്യരാകാനായിട്ട് സഹായിച്ച കാര്യങ്ങളെയോ ഘടകങ്ങളെയോ വ്യക്തികളെയോ ഒന്നിങ്ങനെ ഓർമ്മിച്ചെഴുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ കുറച്ചധികം കാലങ്ങൾക്ക് ശേഷം നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്നൊരു വികാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ആദ്യമേ മനുഷ്യന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇല്ല എന്നതിനെക്കുറിച്ച് തർക്കമുണ്ട്. കാരണം അയാളിങ്ങനെ ആയുധങ്ങളുമായിട്ട് നടക്കുന്നു, അയാളുടെ മുമ്പിൽ ഒരു ഇര വന്ന് ചാടുന്നു, അയാൾ ഇരയെ കൊല്ലുന്നു, പിറ്റേന്ന് മറ്റൊരു ഇരയെ കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് അയാൾക്ക് നന്ദിപൂർവ്വം നിൽക്കാനായിട്ടുള്ള, കൃതജ്ഞതാപൂർവ്വം നിൽക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. എന്നാൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇല്ല. നമുക്കറിയാം ഒത്തിരി കാലം കാത്തിരിക്കും. ഒരു വാഴ പോലും ഒന്ന് കുലക്കണമെങ്കിൽ കൃത്യമായിട്ട് 1 വർഷം ആവശ്യമുണ്ട്. അപ്പോൾ ഈ 1 വർഷം കാത്തിരിക്കുന്നതിനിടയിൽ പലതിനെയും ഹൃദയത്തോട് കാണാനും പലതിനെയും സ്നേഹപൂർവ്വം കാണാനും പലതിനും ആദരപൂർവ്വം കാണാനും ഒക്കെ ഉള്ള ഒരു ഡിസ്റ്റൻസ് ലഭിക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഡിസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നിങ്ങളൊരു LKG പ്രവേശിച്ച നിങ്ങളുടെ കുട്ടി എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ ഒരു പഠനം പൂർത്തിയാക്കുക? അതെന്തൊരു കാലമാണ് വാസ്തവത്തിൽ. അപ്പോൾ ഇത്തരം കാലങ്ങൾക്കൊക്കെത്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് രൂപപ്പെടുക. അപ്പോൾ പൊതുവേ പറയുന്ന ആ ഒരു വിചാരം ഇതാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള. ഓരോ ദിവസവും അന്തി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പേ ഈ ദിവസം എൻ്റെ ജീവിതത്തെ സ്പർശിച്ച, ഈ ദിവസം എൻ്റെ ജീവിതത്തെ ഭേദപ്പെടുത്തിയ, ഈ ദിവസം എന്നോട് എമ്പതി കാണിച്ച, ഒരു പക്ഷേ എൻ്റെ ഒരു വിചാരത്തെ തിരുത്താൻ സഹായിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാഴ്ചയോ വ്യക്തിയോ ഒക്കെ ഒന്ന് ജോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണും മനസ്സുമൊക്കെ വല്ലാതെ നിറഞ്ഞു തുള്ളുമ്പം. കാരണം അത്രയും സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ. കൃതജ്ഞത എന്ന് പറയുന്നൊരു വികാരത്തെ വളർത്തിയെടുക്കുകയാണ് കുറേ കൂടി സ്നേഹപൂർവ്വം ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാനമെന്ന് തോന്നുന്നു. ഇത് ഡയറി എഴുത്ത് കണക്കല്ല. ഡയറി എഴുത്തിനകത്ത് എപ്പോഴും നമ്മളുടെ തന്നെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആകൃതകളും നമ്മുടെ സങ്കല്പങ്ങളും എഴുതുക. ഇതിനകത്ത് നമ്മളില്ല. നമ്മൾ സ്വീകരിച്ച അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, വളരെ ചെറിയ സമയത്തേക്കാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പേരുകളുമൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിലേക്ക് വരിക. ഒരു കൃതജ്ഞതയുടെ ഒരു കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞതല്ല, എപ്പോഴും ഈ എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടൊക്കെയാണ് ഈ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ നിരന്തരം വേദപുസ്തകത്തിൻ്റെ എഴുത്തിൽ മാനുസ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി എടുക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിനകത്തൊരു ലേണിംഗ് പ്രോസസ്സുണ്ട്. അപ്പോൾ കുറേ കൂടി കൃതജ്ഞതാഭരിതമായിട്ട് അവനവൻ്റെ ജീവിതത്തെയും കാലത്തെയും ഒക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിൻ്റെ അളവ് കുറേ കൂടി വർദ്ധിക്കും. അതൊക്കെ മറന്നു പോകുമ്പോഴാണ് സ്നേഹം കുറഞ്ഞു പോവുക. ഈ സ്ത്രീ, ഈ പുരുഷൻ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതായിരുന്നു, എത്ര വിയർപ്പും എത്ര ശ്രദ്ധയും പരിഗണനയുമൊക്കെ സ്വീകരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയെന്നൊക്കെ ഓർക്കുമ്പോൾ മാത്രമേ ഈ സ്നേഹത്തിൻ്റെ ഒരു സജീവം നിലനിർത്താനായിട്ട് പറ്റൂ. ഇതിന് നിരന്തരം ഇതിന് മീതെ ഒരു പെയ്ത്ത് ആവശ്യമുണ്ട്. നിരന്തരം ഇതിന് മീതെ ഒരു സൂര്യവെളിച്ചം ആവശ്യമുണ്ട്. നിരന്തരം അതിലേക്ക് വീശേണ്ട കാറ്റുണ്ട്. അപ്പം അതിനെ ഇങ്ങനെ നിലനിർത്താനായിട്ട് ഏറ്റവും നല്ലൊരു മാനദണ്ഡം എന്ന് പറയുന്നത് കൃതജ്ഞതാഭരിതമായിട്ടിരിക്കുക എന്നുള്ള. നമുക്ക് ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ വെറുതെ ഈ രാത്രിയിൽ ഒരു സെക്കൻഡ് ഒന്ന് കൃതജ്ഞതാഭരിതമായിട്ടിരുന്നാന്നല്ല, വെറുതെ കൂടെ ഇരിക്കുന്നവരുടെ കൈ ഒന്നിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് വെറുതെ ഓർമ്മിക്കണം, ഈ കോർത്ത് പിടിച്ച കൈ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എത്ര ദുർബലനായി പോയനെ, എത്ര നിസ്സഹായനായി പോയനെ, എത്ര എൻ്റെ ജീവിതം ദരിദ്രമായി പോയനെ. അപ്പോൾ ഈ കോർത്ത് പിടിച്ച കരങ്ങളും ഉറ്റുനോക്കുന്ന കരങ്ങളും അടുക്കളയിലൊരുങ്ങുന്ന അത്താഴത്തിൻ്റെ ഗന്ധവും ഒക്കെ കൂടി ചേർന്നിട്ട് വളരെ കൃതജ്ഞതയുടെ ഒരു സന്ധിയിലിരുന്നു കൊണ്ട് നമുക്ക്
കുറേ കൂടി സ്നേഹമുള്ള മനുഷ്യരായിട്ട് ജീവിക്കാമെന്നതിനെക്കുറിച്ച് കുറച്ച് അവനവനോട് തന്നെ ചില പ്രതിജ്ഞകൾ എടുത്താന്നല്ല. സ്നേഹം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതെന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പലപ്പോഴും പറയുന്നത് സെൻറ്റ് ജോണിനെ കുറിച്ചാണ്. സെൻറ്റ് ജോൺ അത്ര സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നില്ല. ഇന്ന് അയാൾ നമ്മൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റൽ എന്നാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാക്ക് തപ്പിയെടുത്ത് വായിക്കുക. ഒരിടത്ത് പോലും ഈ മനുഷ്യനൊരു സ്നേഹമുള്ള മനുഷ്യനായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. സമരയ ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതെ പോകുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കി ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാമെന്ന് പറയുന്നത് ഈ ജോണാണ്. ഇന്ന് നമ്മൾ പറയുന്ന ഫാസിസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, എന്താണത്? ഒരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഒക്കെയുള്ള നിങ്ങളുടെ അനിഷ്ടങ്ങൾ അവർ പാർക്കുന്നിടത്തും അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന സമൂഹത്തോടുമൊക്കെ വ്യാപിപ്പിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഫാസിസം. അത് കണക്ക് ഇങ്ങനെ യേശുവിനെ ആരോ ഒന്ന് നിരസിച്ച് കഴിയുമ്പോഴേക്കും ഈ മനുഷ്യൻ ആവശ്യപ്പെടുന്നത് ആകാശം തീയിറക്കി നമുക്ക് ഈ മുഴുവൻ നഗരത്തെ നശിപ്പിക്കാമെന്നുള്ള. യേശു അവൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നൊക്കെ വേദപുസ്തകം പറയുന്നത്. അത്രയും വലിയ ഹോസ്റ്റിലിറ്റി, അത്രയും വലിയ പകയാണ് ഈ കിളുന്ത് ഉള്ളിലെ ആ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത്. പിന്നെ സെൽഫിഷാണ്. അവൻ്റെ നല്ല കാലം വരുമ്പോൾ തൻ്റെ സഹോദരനും തനിക്കും വശങ്ങളിലിടം തരണമെന്നൊക്കെ സ്വയം പറയുകയോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഇയാളാണ്. അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് സ്നേഹത്തിൽ ഒരു പ്രകാശമില്ലാത്ത, സ്നേഹത്തിലൊരു വലിപ്പമോ ഗരിമയോ ഒക്കെ ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ മാറ്റമായിട്ട് വേണം നമ്മൾ ജോണിനെ വായിച്ചെടുക്കാനായിട്ട്. വേറെയും പല ഇൻസ്റ്റൻസ് ഉണ്ട്. ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, ദാ ചിലർ നിൻ്റെ നാമത്തിൽ പഠിപ്പിക്കുന്നത് കണ്ടു, പക്ഷെ അവർ നമ്മുടെ ഒരു സെഗ്മെൻറ്റിൽ പെടാത്തത് കൊണ്ട് ഞാൻ അവരോട് നിശബ്ദരായിരിക്കാനായിട്ട് പറയുന്നതൊക്കെ ഈ ചങ്ങാതിയാണ്. പക്ഷെ ഇയാൾക്ക് വലിയൊരു മാറ്റം സംഭവിക്കുന്നു. എന്താണത്? തിരുവത്താഴ മേശയിൽ അയാളിങ്ങനെ അയാളുടെ ശിരസ് ഇങ്ങനെ യേശുവിനെ നെഞ്ചോട് ചേർന്ന് കിടക്കുക. ആ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തുമാത്രം സ്നേഹത്തോട് ചേർന്ന് താൻ നിന്നിരുന്നത്. ഇത്രയും വലിയ സ്നേഹത്തോട് ചേർന്ന് നിന്നിട്ടും തനിക്ക് എങ്ങനെ ഇത്രയും പെറ്റിയാകാൻ പറ്റുന്നത്? തനിക്ക് എങ്ങനെയാണ് ഇത്രയും ഇൻടോളറൻ്റ് ആകാൻ പറ്റുന്നത്? തനിക്ക് എങ്ങനെ ഇത്രയും സെൽഫിഷ് ആകാൻ പറ്റുന്നത്? അയാളിങ്ങനെ കണ്ണുപൂട്ടി കിടന്നു. സ്നേഹിക്കുന്ന മനുഷ്യരുടെ മാറോട് ചേർന്നിരിക്കുകയാണ് കുറേ കൂടി സ്നേഹമുള്ള മനുഷ്യരാകാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് അങ്ങനെയാണ് ജോൺ ലോകത്തോട് പറഞ്ഞു തന്നത്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.